ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പം ആ ഒരു റീസൺ കൊണ്ടിട്ടാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് വരെ വരുന്നതെന്നായി. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ചിരിയാണ് വന്നത്. എന്റെ സമ്പാദ്യം എവിടെ ചെലവാക്കണം എന്നുള്ളത് എന്റെ അവകാശമല്ല, അതിൽ മറ്റൊരാൾ ഇടപെടുന്നത് ശരിയാണോ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് അപ്പുറത്തുനിന്ന് നമുക്ക് ബ്രെഡും സ്റ്റൂവും കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ സ്റ്റൂ ആയിരുന്നു, അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഒരു കിണ്ണത്തപ്പം ഉണ്ടായിരുന്നു, നല്ലതായിട്ട് നട്ട്സ് ഒക്കെ ഇട്ടിരുന്ന ഉള്ളൊരു കിണ്ണത്തപ്പം. കഴിഞ്ഞിട്ട് മോനും എഴുന്നേറ്റായിരുന്നു കേട്ടോ. പിന്നെ അവന് ഫുഡ് കൊടുക്കാനുള്ള പാടാണ്, അവൻ കഴിക്കത്തില്ല കേട്ടോ, ഭയങ്കര പാടാണ് ഫുഡ് കഴിക്കാൻ. നമ്മളിപ്പോൾ രാവിലെ തന്നെ ബീഫ് മേടിച്ച് റോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമുക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് വേണ്ട റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷന് പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് റെഡി ആണല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. ബീഫ് ബിരിയാണിയും ചള്ളാസും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കും വരുന്ന വഴിക്ക് ഞങ്ങൾ ഷേക്ക് കഫേ കയറിയിട്ട് നല്ല സൂപ്പർ ഷേക്ക് കഴിച്ചു കേട്ടോ. ഓർഡർ ചെയ്തത് ഒറിയോ ഷേക്കും റോയൽ ഫലൂഡയും പിന്നെ ഒരു നോർമൽ ഷേക്കും ആയിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് ജോലിയെടുത്ത് കിട്ടുന്ന പൈസ എവിടെയൊക്കെ ചെലവാക്കണം എന്നുള്ളത് നമ്മളുടെ അവകാശമാണ് അല്ലെ. എപ്പോഴും ഒക്കെ ഇതേപോലെ ഞങ്ങൾക്കിടയിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. എന്റെ ഇക്ക ഉള്ളപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ഇത് പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ പണ്ടൊരിക്കൽ ഇവനെ പ്രഗ്നന്റ് ആയിരുന്നപ്പം ഞാനൊരു ആഗ്രഹത്തോടു കൂടി ഒരു ചട്ടിച്ചോറ് പോയി കഴിച്ചു കേട്ടോ. ഞാൻ ജോലിക്ക് പോകുന്ന ടൈമാണ് കേട്ടോ. ചട്ടിച്ചോറ് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാനതൊരു ഷോർട്സ് ആയിട്ട് എടുത്തിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടു കേട്ടോ. ആൾക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പം ആ ഒരു റീസൺ കൊണ്ടിട്ടാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് വരെ വരുന്നതെന്നായി. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ചിരിയാണ് വന്നത്. എന്റെ സമ്പാദ്യം എവിടെ ചെലവാക്കണം എന്നുള്ളത് എന്റെ അവകാശമല്ല, അതിൽ മറ്റൊരാൾ ഇടപെടുന്നത് ശരിയാണോ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം?